മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാവയ്ക്കും തിരുമേനിമാർക്കും ചെന്നൈ ഭദ്രാസനത്തിലെ ആത്മായ വേദി ഒരു തുറന്ന കത്ത് നൽകി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുന്നറിയിപ്പും ഒരുപിടി ആശങ്കകളുമാണ്. മദ്രാസിനെ കീറിമുറിച്ചുണ്ടാക്കിയ ഏഷ്യ പസഫിക്കിന് തുടക്കത്തിലെ കാൽതെറ്റാൻ തുടങ്ങിയോ? മലങ്കര സഭാമക്കളെ കബളിപ്പിച്ചുണ്ടാക്കിയ ഏഷ്യ പസഫിക് അച്ചടക്കമില്ലാതെ കുടിയേറുന്ന വൈദികരുടെ താവളമായി മാറുന്നു. മെൽബോൺ സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരിയായി 3 വർഷം ഇരുന്ന ഫാദർ സുജിൻ വർഗീസ് തിരിച്ചു പോരേണ്ട കാലാവധി കഴിഞ്ഞ് വീണ്ടും 1.5 മാസം കൂടി ഇരുന്ന് നിരങ്ങി. തിരിച്ചു വന്ന് മേട്ടുപ്പാളയം പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റു. 5 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇരുന്നാപ്പള്ളിയിലെ ഒരു പ്രാഞ്ചിയേട്ടൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി അവിടെ ചെന്ന് കിടന്ന് വീണ്ടും നിരങ്ങി. കല്യാണപ്പാട്ടിയിൽ കറുത്ത കുപ്പായവും അണിഞ്ഞ് ക്യാബർ ഡാൻസ് കളിച്ചത് ഏറെ ചർച്ചയുമായി. ഈ വൈദികനും ഭാര്യയും കൂടി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ വീണ്ടും വന്നത്? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും വൈദികർ സേവനം കഴിഞ്ഞ് പുറത്തേക്ക് പോന്നാൽ എത്രയും വേഗം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ച് വിസ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. വിസ കാലാവധി തീരുന്നതിന് മുമ്പ് മുൻ ഇടവകയിലെ അരിപ്രാഞ്ചികൾ വിളിക്കുന്ന 28 കെട്ടിനും കല്യാണ ക്യാബറ ഡാൻസുകൾക്കും പോകുവാൻ പള്ളി ശുശ്രൂഷകൾക്ക് വേണ്ടി പാവപ്പെട്ട വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് എടുത്തു കൊടുക്കുന്ന വിസ ട്രാൻസ്ഫർ ആയതിനു ശേഷവും ക്യാൻസൽ ചെയ്യാതെ ദുരുപയോഗപ്പെടുത്തുന്നത് സഭയോടും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടും രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടും ചെയ്യുന്ന മഹാ അപരാധമല്ലേ? ഏഷ്യ പസഫിക് ഭദ്രാസനത്തിലെ പള്ളികൾ ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവണങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും കൊച്ചമ്മമാരുടെ സാരി വിസയിൽ കുടിയേറുന്ന വൈദികർക്ക് എന്ത് അച്ചടക്കമാണ് സഭ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൊച്ചമ്മമാരുടെ സാരി വിസയിൽ മുങ്ങിപ്പൊങ്ങാൻ വേണ്ടിയാണോ സെമിനാരിൽ ചേർത്തവർക്ക് പട്ടത്തം കൊടുക്കുന്നത്? പിതാക്കന്മാരെ, നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങി കോട്ടുവായുമിട്ട് പോകാനുള്ളതിൻ്റെ പേരല്ല സുന്നഹദോസ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും തീരുമാനമെടുക്കാനും നിങ്ങൾക്ക് കഴിയണം. ഓരോ ഭദ്രാസനത്തിനും ആവശ്യമുള്ള വൈദികർക്ക് ആനുപാതികമായി വിദ്യാർത്ഥികളെ സെമിനാരിൽ അയക്കാനും പഠനം പൂർത്തിയാക്കി വരുമ്പോൾ പട്ടം കൊടുത്ത് വ്യക്തമായ ദിശാബോധത്തോടെ ആ ഭദ്രാസനത്തിൽ നിർത്തുവാനും മെത്രാപ്പൊലിത്തമാർക്ക് കഴിയുന്നില്ലെങ്കിൽ അച്ചടക്കം നശിപ്പിക്കുന്ന പണിക്ക് മെത്രാപ്പൊലിത്തമാർ പോകരുത്. ഇന്ത്യയിലെ ചെറിയ പള്ളികളിലൊന്നും സേവനമനുഷ്ഠിക്കാതെ മെത്രാപ്പൊലിത്തെ മണിയടിച്ചും തിരുമ്മിയും വിദേശത്തേക്ക് പോകുന്ന വൈദികർ തിരിച്ചു പോരാതെ കൊച്ചമ്മമാരെ പഠിപ്പിച്ചും പീഡിപ്പിച്ചും അവിടെ തന്നെ ചുറ്റിക്കറങ്ങുന്നത് ശരിയാണോ? ഏഷ്യ പസഫിക് ഭദ്രാസനം ഈ കൊള്ളരുതായ്മയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ചുമതലയുള്ള മെത്രാപ്പൊലിത്ത ധാർമ്മികത കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. കാൻബറയിൽ സേവനമനുഷ്ഠിച്ച വൈദികൻ കാലാവധി പൂർത്തീകരിച്ച് തിരികെ പോയി മദ്രാസ് ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിക്കാൻ മനസ്സാകാതെ ഭാര്യയുടെ പേരിൽ പീറ വിസ സംഘടിപ്പിച്ച് തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. ഇദ്ദേഹമൊക്കെ വൈദികനായത് ഓസ്ട്രേലിയയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സൽമൂസ എഴുതി കൊടുത്തിട്ടാണോ? മേട്ടുപ്പാളയം പള്ളി വികാരി തിരികെ പോകാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു. അച്ചടക്കമില്ലാതെ അവധിയെടുത്ത് മെൽബണിൽ പോയി കല്യാണ ഡാൻസ് കളിച്ച ഈ മഹാൻ ഭാര്യയെ അവിടെ തന്നെ നിർത്തിയിട്ട് പോന്നിരിക്കുകയാണ്. നിയമപരമല്ലാത്ത മുൻ വിസയിൽ നിന്നുകൊണ്ട് പുതിയ വിസ സംഘടിപ്പിച്ച് കുടിയേറുവാൻ. ഇവർക്കൊക്കെ സഭയോടും സഭ ശുശ്രൂഷകളോടും എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഓസ്ട്രേലിയയിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് താല്പര്യമുള്ളൂ. മെത്രാപ്പൊലിത്തമാർ ഈ വക്രബുദ്ധി മനസ്സിലാക്കണം. ഒരു വിധത്തിലും മദ്രാസ് ഭദ്രാസന മെത്രാപ്പൊലിത്ത NOC കൊടുക്കാൻ പാടുള്ളതല്ല. NOC ഇല്ലാതെ ഒരു വിധത്തിലും ഏഷ്യ പസഫിക് മെത്രാപ്പൊലിത്ത അവിടെ പള്ളികൾ കൊടുക്കാനും പാടില്ല. അച്ചടക്കമില്ലാതെ മെത്രാപ്പൊലിത്തമാർ പ്രവർത്തിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. എല്ലാ ഭദ്രാസനങ്ങളിലും മെത്രാപ്പൊലിത്തമാർ കല്യാണം കഴിഞ്ഞ് സാരി വിസയിൽ വിദേശത്തേക്ക് ചേക്കാരൻ വെമ്പൽ കൊള്ളുന്ന വൈദികർക്ക് മൂക്ക് കയറണം. പട്ടം കൊടുക്കുന്നതിന് മുമ്പേ സ്വന്തം ഭദ്രാസനത്തിൽ സേവനം ചെയ്യുമെന്നുള്ള സമ്മതപത്രം എഴുതി വാങ്ങണം. അതിന് ധിക്കരിച്ചാൽ NOC കൊടുക്കുവാനോ മറ്റേതെങ്കിലും ഭദ്രാസനത്തിൽ സേവനം ചെയ്യുവാനോ സമ്മതിച്ചുകൂടാ. ഈ നിയമം പാലിക്കാത്ത മെത്രാപ്പൊലിത്തമാർക്ക് അടിയന്തരമായി പെരുമാറ്റച്ചട്ടം സഭയിൽ കൊണ്ടുവരണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആദ്യം നേതൃത്വം നേരെയാകണം. ചെമ്മാനും ചെരുപ്പ് കുത്തിയും അണ്ടനും അടകോടനുമൊക്കെ അർഹതയില്ലാത്ത കസേരയിൽ കയറിയിരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കും. സോപ്പുകുട്ടനും ആമയും കരടിയുമൊക്കെ ഇറങ്ങിപ്പോയെങ്കിലേ സഭ നന്നാകൂ. സഭയെ ഇപ്പോൾ അങ്ങ് ഉദ്ധരിക്കാമെന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് വോട്ട് വാങ്ങി അർഹതയില്ലാത്ത കസേരയിൽ കയറിയിരുന്നതാണ്. കയറി അന്ന് മുതൽ തുടങ്ങി കൈയിട്ട് വാരൽ. എനിക്കും കിട്ടണം പണം. ആ പോളിസിയാണ് ഈ മൂവർ തിരുട്ട് സംഘത്തിന് കൈയിട്ട് വരുന്നതിന് മുന്നും ഒറ്റക്കെട്ടുമാണ്. ഇപ്പോൾ നിയമസഭാ സ്ഥാനാർത്ഥിയാകാൻ കുപ്പായം തച്ച് നടക്കുക ഈ പരീക്ഷകൾ വിശ്വാസികളെ പറ്റിക്കാൻ.